DK ചെല്ലപ്പൻ അദ്ദേഹത്തിന്റെ അനുസ്മരണ ദിനമാണ് മാർച്ച് 10. അനുസ്മരണ ദിനത്തിൽ വളരെ സന്തോഷമുള്ളൊരു കാര്യം, അദ്ദേഹത്തിന്റെ പേരിൽ ഒരു പുരസ്കാരം ഏറ്റുവാങ്ങുന്നത് എനിക്ക് ഏറെ പ്രിയപ്പെട്ട അലിയാർ സാറാണ്. എനിക്ക് മാത്രമല്ല, നമ്മുടെ ആലപ്പുഴയ്ക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് അലിയാർ സാർ. അപ്പൊ അലിയാർ സാറ് അത് ഏറ്റുവാങ്ങുന്നതിനുള്ള സന്തോഷവും, അത് ആ ചടങ്ങ് നടക്കുന്ന വേദി ഷൺമുഖവിലാസം സ്കൂള്, ഞാൻ 4ാം ക്ലാസ് വരെ പഠിച്ച സ്കൂളാണ്. ഷൺമുഖവിലാസം സ്കൂള് അവിടെ ഉണ്ടായത്, തീരദേശത്ത് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ആ പ്രദേശത്ത് ആ ഒരു സ്കൂളുണ്ടായത് ഈ DK ചെല്ലപ്പൻ എന്നുള്ള മഹാനായ മനുഷ്യന്റെ പരിശ്രമപരമായി. അപ്പൊ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ നിലനിൽക്കുന്ന ആ സ്കൂളിന്റെ അങ്കണത്തിൽ നടക്കുന്ന പരിപാടിയിൽ വെച്ചാണ് അലിയാർ സാറിന് ഈ അവാർഡ് നൽകുന്നത്. ആ സ്കൂളിൽ പഠിച്ച നിരവധി ആൾക്കാരുണ്ട്. ആ സ്കൂളിലെ ആദ്യ വിദ്യാർത്ഥി ശ്രീ അനില ചേച്ചി, DKയുടെ അനിയന്റെ മകളാണ്, ഡെപ്യൂട്ടി തഹസിൽദാരായിട്ട് റിട്ടയർഡായത്. പിന്നെ നമ്മുടെ ആലപ്പുഴ MLA PP ചിത്തരഞ്ജൻ ഉൾപ്പെടെ നിരവധി പേര് പഠിച്ചൊരു സ്കൂളാണ്. വർഷങ്ങളുടെ പഴക്കമുള്ള ആ സ്കൂള്, ആ സ്കൂളിന്റെ ഓർമ്മകളിൽ നിന്നും ശ്രീ DK ചെല്ലപ്പൻ അവരുടെ മാറ്റി നിർത്താനാവില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ പേരിൽ അദ്ദേഹത്തിനെ ഓർക്കുന്ന ദിവസം ആ അവാർഡ് അലിയാർ സാറിന് ലഭിച്ചുള്ള സന്തോഷം കൂടെ പങ്കിടാനായിട്ട് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ DKയുമായിട്ടുള്ള ഓർമ്മകളും ആ അവാർഡ് കിട്ടിയുള്ള സന്തോഷവും ഒക്കെ പങ്കിടാനായിട്ട് ഇന്ന് അലിയാർ സാർ കൂടെയുണ്ട്. ബാക്കി നമുക്ക് അലിയാർ സാറിന്റെ വാക്കുകളിലൂടെ കേൾക്കാം. ഇത്തവണ DKയുടെ പേരിലുള്ള പുരസ്കാരം എനിക്കാണ് ലഭിച്ചത്. വലിയ അഭിമാനമാണ് എനിക്ക് ആ വിഷയത്തിലുള്ളത്. കാരണം DK നാടക നടൻ എന്ന രീതിയിലാണ് കുറേ പേർ അടയാളപ്പെടുത്തുന്നതെങ്കിലും കലാകാരന്റെ സാമൂഹ്യമായ ധർമ്മം കൃത്യമായി നിറവേറ്റിയ ആളാണ്. നാടകമെന്ന കലാരൂപത്തിലൂടെ ആശയപ്രചരണത്തിന് കൂടി അത് ഉപയോഗിച്ചു എന്നതിലുപരിയായിട്ട് തനിക്ക് ചുറ്റുമുള്ള മനുഷ്യരെ പൊതുജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വളരെ സൂക്ഷ്മമായ ഇടപെടലുകൾ നടത്തിയെന്നുള്ളതാണ്. ആലപ്പുഴയിലെ ജനപ്രതിനിധിയായിരുന്നു, കൗൺസിലറായിരുന്നു അദ്ദേഹം, വ്യവസായിയായിരുന്നു, സഹകാരിയായിരുന്നു. ഞാൻ എവിടെയോ വായിച്ചതായിട്ട് ഓർക്കുന്നു. DK ദേശാഭിമാനി തിയേറ്റേഴ്സിന്റെ എസൽപുരത്തിന്റെ അഗ്നിപുത്രി നാടകം എടുക്കുന്നുണ്ട്. അഗ്നിപുത്രിയിലെ പ്രൊഫസർ രാജേന്ദ്രൻ, അതാ എൻ്റെ ഓർമ്മ, ആ വേഷം ചെയ്യുന്നത് DKയാണ്. പിന്നീട് ഒരിക്കൽ പ്രേം നസീറും സത്യനും കൂടെ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചിട്ട് സത്യൻ നസീറിനോട് പറയുന്നുണ്ട്, ഇങ്ങനെ അഗ്നിപുത്രി നാടകം, അതിൽ പ്രൊഫസർ രാജേന്ദ്രന്റെ വേഷം ഉഗ്രമായിട്ട് ഒരാൾ ചെയ്തുവെന്നും അയാളുടെ പേര് ചെല്ലപ്പൻ എന്നാണെന്നും എനിക്ക് ആ വേഷം ചെയ്താൽ കൊള്ളാം എന്ന് സത്യൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ സത്യനെ മോഹിപ്പിച്ച നടനാണ് DK എന്ന് മനസ്സിലാകുന്നത്. പിന്നീട് ആ ചരിത്രം പോകുന്നത് തീർച്ചയായിട്ടും DKക്ക് പറ്റിയ വേഷമാണ് പ്രൊഫസർ രാജേന്ദ്രന്റെ എന്ന് നസീർ പറയുന്നുണ്ടെങ്കിലും പിന്നീട് നസീറിന്റെ ബ്രദർ പ്രേം നവാസ് അഗ്നിപുത്രി നിർമ്മിക്കുന്നുണ്ട്. എസൽപുരത്തിന്റെ തിരക്കഥയോടൊപ്പം നിർമ്മിക്കുമ്പോൾ പ്രൊഫസർ രാജേന്ദ്രന്റെ വേഷം നസീറാ ചെയ്യുന്നത്. നസീർ ചെല്ലപ്പന് വേണ്ടിയിട്ട് സത്യന് വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്തിരുന്നെങ്കിലും പ്രേംനസാല അങ്ങനെയല്ല, ബ്രദർ ചെയ്താൽ മതി എന്ന രീതിയിൽ പറയുകയാണ്. അപ്പോൾ അങ്ങനെ മഹാനടന്മാരെ പോലും മോഹിപ്പിക്കാൻ കഴിയുന്ന സത്രത്തിലെ മുഖ്യമന്ത്രി പോലുള്ള വേഷങ്ങൾ. അതുപോലെ ഈ അടുത്ത കാലത്ത് എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നത് പൂഞ്ഞാർ നവധാരയുടെ വസന്തം നാടകത്തിലെ DKയുടെ വലിയ പ്രകടനം. DK രംഗത്തേക്ക് വന്നാൽ തന്നെ ആൾക്കാരുടെ ശ്രദ്ധ DKയിൽ എത്തുമല്ലോ. അതുപോലുള്ള ഒരു ആകാരവും ശരീരഭാഷയും പിന്നെന്താണ് ശബ്ദവും എല്ലാം കൊണ്ടും എത്ര മനോഹരമായിട്ടാണ് ഈ പരകായ പ്രവേശം ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തൻ്റെ കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ തൻ്റെ പ്രദേശത്തിൻ്റെ വിദ്യാഭ്യാസ നിലവാരത്തെ ഉയർത്തുക എന്നുള്ളത് ഒരു സാമൂഹ്യ ജീവി എന്ന രീതിയിലുള്ള വലിയ ഉത്തരവാദിത്തമാണെന്നുള്ള ബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഷൺമുഖവിലാസം സ്കൂള് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തൻ്റെ സൗഹൃദങ്ങൾ, തൻ്റെ സ്വാധീനം ഉപയോഗിക്കുകയാണ്. നമ്മൾ കുറേ പേര് നമുക്ക് സ്വാധീനമൊക്കെ ഉണ്ടെങ്കിലും
ആ സ്വാധീനമൊക്കെ വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതിനെ കുറിച്ചിട്ടായിരിക്കും ചിന്തിക്കുന്നത്. സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് എൻ്റെ പ്രദേശത്ത് ഒരു സ്കൂൾ ആവശ്യമുണ്ട്, അവിടെ ആൾക്കാർ വിദ്യാഭ്യാസം ഇല്ലാത്തതിൻ്റെതായിട്ടുള്ള കുറേ അധികം പ്രശ്നങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുകയും EMS ഉൾപ്പെടെയുള്ള AKG ഉൾപ്പെടെയുള്ള ഒരു സദസ്സിനോട് ഇത്തരമൊരു ആവശ്യം പറയുകയും DK പറഞ്ഞത് ന്യായമാണ്, കൊടുക്കേണ്ടതാണെന്ന് ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ സ്കൂള് വരികയും ചെയ്യാൻ അത്രയധികം കുട്ടികളാണ് ആ സ്കൂളിലൂടെ പ്രാഥമിക വിദ്യാഭ്യാസം നേടുകയും അവർ കുറേ പേരൊക്കെ തന്നെ എനിക്ക് തോന്നുന്നു സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ ഉന്നതമായ അവസ്ഥയിലേക്ക് പോകുകയും ചെയ്തിട്ടുണ്ട്. സത്യത്തിൽ ആ പ്രദേശത്തുള്ളവർ ഉത്തരവാദിത്തപ്പെട്ടവർ മുൻകൈ എടുത്തിട്ട്, ഇപ്പോൾ അത് ആരുടെ കീഴിലാണെന്നൊന്നും എനിക്കറിയില്ല, മുൻകൈ എടുത്തിട്ട് ആ സ്കൂളിന് DK ചെല്ലപ്പൻ സ്മാരക വിദ്യാലയം എന്ന രീതിയിൽ പുനർനാമകരണം ചെയ്ത് ചരിത്രത്തോടുള്ള നീതി പുലർത്തുക കൂടി ആവശ്യമുണ്ട്. അങ്ങനെയാണ് ചെയ്ത് കലാപരിശീലനത്തിന് വേണ്ടിയിട്ടുള്ള ചില സംവിധാനങ്ങൾ ഒക്കെ ഒരുക്കുകയും ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് അവിടെ നമുക്ക് അനശ്വരമായി ഉണ്ടാവുകയും നാട്ടുകാർക്ക് ഒരു പ്രത്യേക താല്പര്യമൊക്കെ ഉണ്ടാവുകയും ചെയ്യും. ചരിത്രത്തോട് അങ്ങനെ ചെയ്യണം. നമ്മൾ സിനിമാക്കാരനാണെങ്കിൽ ചെയ്യുമായിരുന്നല്ലോ, അല്ലെങ്കിൽ വലിയ രാഷ്ട്രീയക്കാരനാണെങ്കിൽ ചെയ്യുമായിരുന്നല്ലോ. എന്തുകൊണ്ട് DKക്ക് വേണ്ടിയിട്ട് അത് ചെയ്തില്ല എന്നുള്ളതാണ്. അദ്ദേഹം തന്നെ മുൻകൈ എടുത്ത് കൊണ്ടുവന്ന ഒരു സ്ഥാപനം. ആ സ്ഥാപനത്തിൽ അദ്ദേഹം ചെറിയ മനുഷ്യനല്ലല്ലോ, ഒത്തിരി കാര്യങ്ങൾ വിവിധ മേഖലകളിൽ ഒരേപോലെ ചെയ്തിട്ടുള്ള ഒരാൾ. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ടതാണ്. എനിക്ക് തോന്നി ഇനിയും സമയമുള്ളത് സ്വാഭാവികമായിട്ട് ഇപ്പോഴത്തെ മാനേജ്മെൻറ്റ് അതിനെക്കുറിച്ചിട്ട് ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാവുന്നതേ ഉണ്ട്. നാട്ടുകാരെല്ലാം അതിനോടൊപ്പം കൂടും. വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, ഏത് പ്രസ്ഥാനമെന്നാണുള്ളത്, എല്ലാ പ്രസ്ഥാനങ്ങളും അതിനോട് അനുകൂലിക്കും എന്നാണ് എന്നെപ്പോലുള്ളവർ വിശ്വസിക്കുന്നത്. അങ്ങനെ ആ പേര് ശാശ്വതമാക്കേണ്ടതാണ്. ചുരുക്കത്തിൽ കലാകാരൻ എന്നതോടൊപ്പം തന്നെ സമൂഹത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളിലും ജീവിതത്തിൻ്റെ വിവിധ തുറകളിൽ ബഹുമുഖമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള DKയെ പോലുള്ള ഒരാളെ അനുസ്മരിക്കുന്ന ഈ അവാർഡ് കിട്ടിയതിലുള്ള സന്തോഷമുണ്ട്. ഞാനും സ്വാഭാവികമായി നാടകത്തിൽ മാത്രമായി ഒതുങ്ങി നിൽക്കുന്നയാളല്ല. നാടകത്തിൻ്റെതായിട്ടുള്ള ഒരു സാധ്യതയെക്കുറിച്ചിട്ടുള്ള ഒരു പഠനം ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. എഴുതുകയും വായിക്കുകയും വർത്തമാനം പറയുകയും എന്നെ ഏൽപ്പിച്ച ഔദ്യോഗിക കാര്യങ്ങൾ ഒരു സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഒരു സമ്മാനം കിട്ടുമ്പോഴുള്ള ഒരഭിമാനം, സന്തോഷത്തിൽ ഉപരിയായിട്ട് ഒരു അഭിമാനമുള്ളത്. അഭിമാനം സവാക്ക് എന്ന് പറയുന്ന കലാകാരന്മാരുടെ സംഘടനയാണ് അത് നമുക്ക് തരുന്നത്. സുദർശനെ പോലെയും വിനോദിനെ പോലെയൊക്കെ ഉള്ളവർ അതിൻ്റെ പിന്നിൽ നിൽക്കുന്നു. KM ധർമ്മനും മാലൂരുമൊക്കെയായിരുന്നു അവാർഡ് നിർണയ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത്. വലിയ കക്ഷികൾക്ക് കൊടുത്ത അവാർഡാണ് കേട്ടോ. ധർമ്മൻ ചേട്ടനും കരിവള്ളൂർ മുരളിക്കും വക്കൻ ഷക്കീറിനും ബേബിക്കുട്ടനും ഒക്കെ കൊടുത്ത അവാർഡാണിത്. അപ്പോൾ അവാർഡ് കിട്ടിയതിനുള്ള സന്തോഷം രേഖപ്പെടുത്തുന്നു. ഷിജുവിനെ പോലെയുള്ളവർ ആ പ്രദേശത്തിൻ്റെ മാത്രമല്ല, എനിക്ക് ശ്രദ്ധിക്കാറുണ്ട്, അഹിതമായിട്ടുള്ള കാര്യങ്ങൾ തുറന്നു പറയുന്നതിൽ യാതൊരു മടിയുമില്ലാതെ നിൽക്കുകയും ഒരു നിഷ്പക്ഷമായിട്ടുള്ള നിഷ്പക്ഷതയിലൊരു പക്ഷമൊക്കെ ഉണ്ട്. വേറൊരു കാര്യം ഞാനിപ്പോഴും പറയാറില്ലാണ്, നിഷ്പക്ഷത ഒരു വലതുപക്ഷമാണെന്നും അരാഷ്ട്രീയത ഒരു രാഷ്ട്രീയമാണെന്നൊക്കെ ഞാൻ പറയാറുണ്ട്. എങ്കിലും സമൂഹത്തിൽ കാണുന്ന പുഴുക്കുത്തുകൾ പറയുകയും നാട് നവീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ ശ്രമം ലാഭേച്ഛയില്ല അത് ചെയ്യുന്നില്ല. എന്ത് കിട്ടിയിട്ടാണ് കുറേ പേരുടെ പണക്കം സമ്പാദിക്കാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. പണക്കം സമ്പാദിക്കുമ്പോഴും അത് ചെയ്യണം എന്നുള്ളത്. ഈ അടുത്ത ദിവസം ഞാൻ കണ്ടില്ല, ടോയ്ലറ്റുമായി ബന്ധപ്പെട്ടിട്ട് ഗവൺമെൻറ്റിൻ്റെ മണി കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. ഏത് ഗവൺമെൻറ്റാണെന്നുള്ളതല്ല, ഓരോ പദ്ധതികൾ നടപ്പാക്കുക, ആ പദ്ധതികൾ അപൂർണമായി അവസാനിപ്പിക്കുക, അല്ലെങ്കിൽ അത് തുറന്നു കഴിഞ്ഞാൽ പോലും എന്തിനു വേണ്ടിയാണ് അത്തരം പദ്ധതികൾ ഉണ്ടാക്കിയത് എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ചിന്തയില്ലായ്മ. പബ്ലിക് മണി വേസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് മഹാപാതകമാണ്. ഒരാളുടെ സ്വന്തം പണം ദുർവിനിയോഗം ചെയ്യുന്ന പോലെ അല്ലല്ലോ. അപ്പോൾ അതിനൊക്കെ എതിരായിട്ടുള്ളൊരു മൂവ്മെൻറ്റിന് നേതൃത്വം കൊടുക്കുന്നു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. ഓക്കെ, താങ്ക് യു.